നമസ്കാരം കുട്ടികളെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുപ്തകാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. ഗുപ്ത സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണവും പ്രാദേശിക ഭരണവും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന പ്രയാഗ പ്രശസ്തി ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ രാജാവിനെ വളരെ ശക്തനും സർവാധികാരിയുമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ പ്രയാഗ പ്രശസ്തിയിൽ നിന്നും ലഭിച്ച ഗുപ്ത കാലഘട്ടത്തിലെ രാജാവിൻ്റെ അധികാരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജാവിനെ ദൈവസമാനമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കൂടാതെ രാജാവ് സമ്പന്നനും ശക്തനുമായിരുന്നു. രാജാവ് വലിയ പോരാളിയുമായിരുന്നു. വിപുലമായ അധികാരമുണ്ടായിരുന്നവരാണ് ഗുപ്ത രാജാക്കന്മാർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ടായിരുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ആക്രമണങ്ങളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുക. ബ്രാഹ്മണരെയും ശ്രമണരെയും അഥവാ ബുദ്ധജൈന വിഭാഗങ്ങൾ അവരെയാണ് ശ്രമണർ എന്ന് പറയുന്നത്. കൂടാതെ അബലരെയും സംരക്ഷിക്കുക. മൂന്നാമത്തെയാണ് നീതി നിർവഹണം നടപ്പിലാക്കുക എന്നത്. ഗുപ്ത രാജാക്കന്മാർ കീഴടക്കിയ പ്രദേശങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാരെ തങ്ങളുടെ സാമന്തന്മാരായി കണക്കാക്കി അവിടെ തന്നെ തുടരാൻ അനുവദിക്കുകയും അവർക്ക് സ്വയംഭരണം നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ നേരിട്ടു ഭരിച്ച പ്രദേശങ്ങളിലാണെങ്കിൽ വിപുലമായ ഭരണ സംവിധാനം വികസിപ്പിക്കുകയും ചെയ്തു പോന്നു. ഇനി നമുക്ക് ഗുപ്തകാലത്തെ ഗ്രാമഭരണത്തെക്കുറിച്ച് നോക്കാം. ഗുപ്തകാലത്ത് ഏറ്റവും ചെറിയ ഭരണഘടകം എന്ന് പറയുന്നത് ഗ്രാമമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമഭരണത്തിന് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. ഗുപ്തകാലത്തെ ഗ്രാമഭരണം നടത്തിയിരുന്നത് ഗ്രാമപതി അഥവാ ഗ്രാമാധ്യക്ഷനായിരുന്നു. ഗ്രാമവൃദ്ധൻ എന്നറിയപ്പെടുന്ന ഗ്രാമമുഖ്യരുടെ സംഘമാണ് ഗ്രാമത്തിലെ തർക്കങ്ങൾ തീർത്തിരുന്നത്. ഗ്രാമത്തിൽ പ്രധാന ജനവിഭാഗം കർഷകരായിരുന്നു. കൂടാതെ മരപ്പണിക്കാർ, നെയ്ത്തുകാർ, കാലിമേയ്ക്കുന്നവർ എന്നിവരും ഉണ്ടായിരുന്നു. ഇവരുടെ സംഘങ്ങൾക്കും ഗ്രാമഭരണത്തിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഗ്രാമസഭയുടെ പ്രധാന ചുമതലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമത്തിലെ പൊതുഭരണം നടത്തുക, നികുതി ശേഖരിക്കുന്നതിന് സഹായിക്കുക, പൊതുസൗകര്യങ്ങളുടെ പരിപാലനം, കൃഷിക്കും ജലസേചനത്തിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഗ്രാമത്തിലെ സമാധാനവും ക്രമസമാധാനവും നിലനിർത്തുക എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഇതിലൂടെ ഗുപ്തകാലത്ത് ഗ്രാമജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമുക്ക് പ്രശസ്തികൾ എന്താണെന്ന് നോക്കാം. പുരാതന കാലത്ത് രാജാക്കന്മാർ അവരുടെ വീരതയും വിജയങ്ങളും ഭരണ നേട്ടങ്ങളും ജനങ്ങളെ അറിയിക്കുന്നതിനായി പ്രത്യേക രേഖകൾ തയ്യാറാക്കുമായിരുന്നു. ഈ രേഖകളെയാണ് പ്രശസ്തികൾ എന്ന് വിളിക്കുന്നത്. പ്രശസ്തികൾ സാധാരണയായി കല്ലിലോ സ്തംഭങ്ങളിലോ കൊത്തിവെച്ച ലിഖിതങ്ങളാണ്. ഇവ എഴുതിയിരുന്നത് രാജസഭയിലെ കവികളോ പണ്ഡിതരോ ആയിരുന്നു. അതിനാൽ രാജാവിനെ വളരെ മഹത്വവൽക്കരിച്ചാണ് ഇവയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രശസ്തികളുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രാജാവിൻ്റെ വിജയങ്ങളും ഭരണനേട്ടങ്ങളും വിവരിക്കുന്നു. രാജാവിനെ ധീരനും ശക്തനും ദൈവസമാനവുമായാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. രാജാവിൻ്റെ പ്രശസ്തി രാജ്യത്തിലുടനീളം പ്രചരിപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രശസ്തി എഴുതുന്ന രീതി ദക്ഷിണേന്ത്യയിലെ ചോള രാഷ്ട്രകൂട, ചാലൂക്യ, പല്ലവ രാജാക്കന്മാരും പിന്തുടർന്നിരുന്നു. ഒരു ഭരണകർത്താവിനെ പറ്റിയുള്ള ചരിത്രരേഖകൾ എന്ന നിലയിൽ പ്രശസ്തികൾ ഉപയോഗിച്ചിരുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തമായ ശാസനകളിൽ ഒന്നാണ് പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത്. ഇത് സമുദ്രഗുപ്തനെ രാജസഭാ കവി ഹരിസേന രചിച്ചതാണ്. ഗുപ്തരാജാവായ സമുദ്രഗുപ്തൻ്റെ ആക്രമണങ്ങൾ, യുദ്ധവിജയങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് കൊത്തിവെച്ചതാണ് പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത്. ഇത് അലഹബാദ് പ്രശസ്തി എന്നും അറിയപ്പെടുന്നു. സമുദ്രഗുപ്തൻ വടക്ക് നേപ്പാൾ മുതൽ തെക്ക് തമിഴ്നാടിൻ്റെ പ്രദേശങ്ങൾ വരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനെ ഈ പ്രശസ്തിയിൽ പ്രകീർത്തിക്കുന്നത്. പ്രയാഗ പ്രശസ്തി എഴുതിയ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഗുപ്ത കാലഘട്ടത്തിലെ കലയും സാഹിത്യവും എന്ന ടോപ്പിക്ക് ചർച്ച ചെയ്യാം.